ധർമ്മയുദ്ധം കഴിഞ്ഞു. യുധിഷ്ഠിരനെ രാജാവായി വാഴിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം പ്രച്ഛന്ന വേഷധാരിയായി ഭഗവാൻ ജനങ്ങളുടെ ക്ഷേമമന്വേഷണത്തിനായി ഇറങ്ങി. ഈ സമയം തന്നെ മഹാരാജാവായ യുധിഷ്ഠിരനും പ്രച്ഛന്ന വേഷധാരിയായി പ്രജകളുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങി. രാജവീഥിയിൽ ഇവർ കണ്ടുമുട്ടി. നമസ്കാരം. ഭഗവാനെ, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഞാൻ അങ്ങയുടെ ഭരണം നേരിട്ടറിയുവാൻ നാട്ടിൻപുറങ്ങളിലൂടെ ഒരു യാത്രയിലാണ്. എന്നിട്ട് പ്രജകളുടെ അഭിപ്രായം എന്താണെന്ന് അങ്ങ് എന്നെ അറിയിച്ചാലും. ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് മഹാബലി ഒന്ന് സന്ദർശിച്ചു വരാം. താങ്കൾ നമ്മെ ഒന്ന് സ്പർശിച്ചാലും. ഭഗവാനും മഹാരാജാവ് യുധിഷ്ഠിരനും നമ്മുടെ സുതലത്തിലേക്ക് സ്വാഗതം. നമ്മെ സന്ദർശിക്കാൻ വരുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് നാം ധൃതിയിൽ ഇങ്ങോട്ട് വരികയായിരുന്നു. നമ്മുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. എന്താണ് കൊട്ടാരത്തിൽ നിന്നും ഒരാരവം? അങ്ങേക്കറിയാമല്ലോ, അടുത്ത മന്വന്തരത്തിൽ അങ്ങ് എന്നെ ദേവേന്ദ്രനായി വാഴിക്കാമെന്ന് വരം തന്നതല്ലേ. അതിൻ്റെ ഒരുക്കങ്ങൾ രാജകൊട്ടാരത്തിൽ നടക്കുകയാണ്. എന്താണ് ഭഗവാന്റെ ആഗമന ഉദ്ദേശം? ഹേ ഭക്ത, ഞാനും യുധിഷ്ഠിരനും താങ്കളെ സന്ദർശിക്കുവാൻ വന്നതിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. താങ്കളും യുധിഷ്ഠിരനും അല്പനേരം സംസാരിച്ചിരുന്നാലും അതുവരെ നാം ഈ നാട്ടിലെ പ്രജാക്ഷേമം അറിഞ്ഞു വരാം. ഹേ രാജൻ, നമുക്ക് അവിടത്തേക്ക് ഉപവിഷ്ടരായാലോ? ആസനസ്ഥനായാലും. അടുത്ത വർഷം പ്രജകളെ സന്ദർശിക്കാൻ വരുമ്പോൾ അങ്ങയെ സന്ദർശിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു നാം. സ്വാഗതം മഹാപ്രഭു. അങ്ങയുടെ പ്രജകൾക്ക് ഇപ്പോൾ വളരെ ക്ഷേമം തന്നെയാണ്. എൻ്റെ ഭരണത്തെ അങ്ങേക്ക് നേരിട്ട് സന്ദർശിച്ചും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും എന്തെല്ലാം ചെയ്യുമെന്നും എന്തെല്ലാം ചെയ്തുമെന്നും താങ്കളുടെ നാവിൽ നിന്ന് തന്നെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പ്രഭു, അങ്ങയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ പറയാം. ഞാൻ എൻ്റെ രാജ്യത്ത് വിധവാ പെൻഷൻ പ്രഖ്യാപിച്ചു. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 3000 രൂപ പെൻഷൻ അനുവദിച്ചു. യുവാക്കളുടെ വാഹനങ്ങൾക്ക് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു. എല്ലാ വനിതാ രത്നങ്ങൾക്കും കൊട്ടാരത്തിൻ്റെ വാഹനങ്ങളിൽ സൗജന്യ യാത്ര. വഴിയിൽ ഭക്ഷണം കഴിക്കാത്തവരുണ്ടെങ്കിൽ ജനകീയ ഭോജനശാലകൾ. ഇതിൽ കുറെ ദുര്യോധൻ്റെ ഭരണപരിഷ്കാരങ്ങളാണല്ലോ. ഉണ്ട് പ്രഭു. 2500 രൂപയാണ് അവർ പെൻഷൻ നൽകിയിരുന്നത്. മദ്യശാലകളും ചൂതാട്ട കേന്ദ്രങ്ങളും ദുര്യോധനം നടത്തിക്കൊണ്ടുവന്നത് ഞാനും നിലനിർത്തിയിട്ടുണ്ട്. ഇവയുള്ളതുകൊണ്ട് പണം ഖജനാവിൽ അന്ന് തന്നെ എത്തും. മഹാരാജാവേ, അങ്ങ് നല്ല ഭരണകർത്താവ് തന്നെയാണ്. പക്ഷെ അങ്ങ് നൽകുന്ന ഈ സൗജന്യങ്ങൾ വാങ്ങാൻ ആളുണ്ടെങ്കിൽ അങ്ങ് നല്ല ഭരണകർത്താവല്ലെന്ന് ഞാൻ പറയും. ഞാൻ ഭരിക്കുമ്പോൾ വാർദ്ധക്യകാല പെൻഷൻ പ്രഖ്യാപിച്ചു. മക്കൾ നോക്കുമെന്ന് പറഞ്ഞ് ആരും അത് വാങ്ങാൻ വന്നില്ല. തൊഴിലില്ലായ്മ വേതനം പ്രഖ്യാപിച്ചു. എല്ലാവർക്കും തൊഴിലുണ്ട്, അതുകൊണ്ട് അതും ആരും വാങ്ങാൻ വന്നില്ല. എല്ലാ നാൽക്കവലകളിലും കഞ്ഞിക്കടകൾ സ്ഥാപിച്ചു. പക്ഷെ ആരും കഞ്ഞി കുടിക്കാൻ എത്തിയില്ല. എത്താത്തതിനുള്ള കാരണം അങ്ങ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. സൗജന്യങ്ങൾ വാരിക്കോരിക്കൊടുക്കലല്ല ഒരു ഭരണകർത്താവിൻ്റെ ഭരണനേട്ടം. ഇത്തരം സൗജന്യങ്ങൾ നിർത്തി രാജ്യത്തെ ജനങ്ങൾക്ക് സ്വയം പര്യാപ്തമാകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ജനങ്ങൾ സ്വയം പര്യാപ്തമാവുമ്പോൾ ഇത്തരം സൗജന്യങ്ങൾ സ്വീകരിക്കാൻ ആരും വരികയില്ല. എപ്പോൾ ഈ സൗജന്യങ്ങൾ വാങ്ങാൻ ആളുകൾ എത്താതിരിക്കുന്നോ അന്നേ താങ്കൾ ഭരണത്തിൽ ജയിക്കും. അങ്ങനെയല്ല എങ്കിൽ ഭക്ഷണപ്പൊതികൾക്കും
ഭാഗ്യക്കുറികൾക്കും മദ്യശാലകൾക്ക് മുന്നിലും തടിച്ചുകൂടുന്ന ദരിദ്രവാസികളിൽ ദരിദ്രവാസികളായ ഒരു ജനതയെ താങ്കൾക്ക് ഇനിയും ഭരിക്കേണ്ടി വരും.